ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ആട്ടം എന്ന് പറയുന്ന പുതിയ സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത് വിനയ് ഫോർട്ട് ആണ്. സോ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആനന്ദ് ഏകർഷി എന്ന് പറയുന്ന ആളാണ്. ഈ ഒരു സിനിമ IFFKയിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പോയ സമയത്ത് എനിക്ക് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റാതെ ഷോകായിരുന്നു. ആ ഒരു പ്രിവ്യൂ ഷോസിന് ശേഷം നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ നേടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒറ്റ വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഈ ഒരു സിനിമ കാണാൻ കയറിയിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ ട്രെയിലറോ സിനോപ്സിസോ അല്ലെങ്കിൽ കാസ്റ്റ് ആൻഡ് ക്രൂ എന്താണെന്നൊന്നും എനിക്കറിയില്ല. വിനയ് ഫോർട്ട് ആണ് നായകൻ എന്ന് മാത്രമാണ് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം 2024 കേരളത്തിൽ നിന്ന് മലയാളം സിനിമയിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ഓപ്പണിംഗ് ആണ് മലയാളം സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു എന്താ പറയുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പക്ക പ്യുവർ എന്റർടൈനർ അങ്ങനത്തെ പടമൊന്നുമല്ല. പക്ക പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അളന്നു മുറിച്ച് എഴുതിയിട്ടുള്ള ഡയലോഗുകൾ കൊണ്ട് പറയാതെ പറഞ്ഞു വെക്കുന്ന കുറെ പൊളിറ്റിക്കലി ഒരുപാട് കറക്റ്റായിട്ടുള്ള ഒരുപാട് വശങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു സിനിമ നിർത്തുന്ന സമയത്ത് ഒരു ഹോണ്ടിങ് ഫീലാണ് നമുക്ക് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് കിട്ടുന്നത്. എനിക്ക് ആക്ടേഴ്സിൻ്റെ ഒക്കെ പേരുകൾ എടുത്തെടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആരൊക്കെയാണ് എന്തൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഒക്കെ പുതിയ ആൾക്കാരാണ്. ഞാൻ തപ്പി നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാരുടെ പേര് കിട്ടിയില്ല. ഡയറക്ടറുടെ പേര് ആനന്ദ് ഏകർഷി എന്നാണ്. വിനയ് ഫോർട്ട് ഉണ്ട്. സരിൻ ഷിഹാബ് എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ഇതിൽ നായികയായിട്ട് വരുന്നത്. അതായത് ഇവരൊരു 11-12 പേരടങ്ങുന്ന ഒരു നാടക സംഘം, അരങ്ങ് എന്ന് പറയുന്ന നാടക സംഘത്തിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയും തുടർന്നുണ്ടാവുന്ന ഇവർ തമ്മിൽ തന്നെ ചർച്ച ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു സംഭവം, ആ ഒരു ഇൻസിഡന്റ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. 2 മണിക്കൂർ 20 മിനിറ്റാണ് സിനിമയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത്. ഈ ഒരു 2 മണിക്കൂർ 20 മിനിറ്റിൽ അതുപോലെ തന്നെ കലാഭവൻ ഷാജോൺ ഉണ്ട്. അതുപോലെ തന്നെ പേരുകൾ ഞാൻ പറയാം, ഫോട്ടോസ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. സുധീർ ബാബു, നന്ദിനി ഗോപാൽ, ആട്ടി കുര്യനോ, സനോഷ് മുരളി, സിജിൻ സിജീഷ്, അജി, നന്ദൻ ഉണ്ണി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ. ഈ നന്ദൻ ഉണ്ണിനെയൊക്കെ ഇതിനു മുമ്പ് ഏതൊക്കെ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. കൊടുത്ത ഓരോ റോളും അളന്ന് മുറിച്ച് അഭിനയിച്ച വെച്ചിരിക്കുന്ന പോലെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ. ഗംഭീരമായിട്ട് ഒരു അൺവാണ്ടഡ് സീൻ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ പറ്റില്ല. ഞാൻ തുടക്കം കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രെയിലർ ഒന്നും കാണാതെ എനിക്ക് എന്താണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു സിനിമയുടെ മൂഡിലേക്ക് വരാൻ ഞാൻ ഒരു 10 മിനിറ്റ് എടുത്തു. ആ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളിങ്ങനെ സീറ്റ് എഡ്ജ് ത്രില്ലർ കാണുന്ന പോലെ തന്നെ നമ്മൾ കണ്ടിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു എന്റർടൈനർ ത്രില്ലർ എന്നല്ല ഞാൻ പറഞ്ഞത്. സാധാരണ ഒരു ഓർഡിനറി ലൈഫിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ വേറൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു രൂപമാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ആരും അവതരിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല. അത് തന്നെ വളരെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സമയത്തൊക്കെ ഓരോരുത്തരുടെ പെർഫോമൻസും പീക്ക് ലെവലാണ്. പീക്ക് ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം എടുത്തു പറയാൻ തോന്നുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് പിന്നെയും തോന്നുന്നത്, ഒന്ന് ഇതിലൊരു പൂജാരിയായിട്ട് വരുന്ന ഒരു ആക്ടറുണ്ട്, പേരെന്താണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇതിൽ നായിക സരിൻ എന്ന് പറയുന്ന ഈ നായിക, പിന്നെ അതുപോലെ തന്നെ വിനയ് ഫോർട്ട്, കലാഭവൻ ഷാജോൺ, എല്ലാം എന്താ പറയുക, ഇതിലൊരു വയസ്സായിട്ടുള്ള ഒരു അപ്പാപ്പനുണ്ട്, താടിയൊക്കെ വളർത്തി ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഒരു അപ്പാപ്പനുണ്ട്. ആള് എന്ത് സൂപ്പറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരാളുണ്ട്, ഒരു ബുൾഗാൻ വെച്ചിട്ട് 2 ആൾക്കാരുണ്ട്. ഒന്നൊരു ടീച്ചറും വേറൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അയാളൊക്കെ കണ്ടതിനെ തന്നെ, ആളുടെ ക്യാരക്ടറൊക്കെ കണ്ടാൽ തന്നെ നമുക്കൊന്ന് പിടിച്ചൊന്ന് കൊടുക്കാൻ തോന്നും. അത്തരത്തിലുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെയാണ്. അതായത് അത്രയും ഇറിറ്റേറ്റിംഗ് ആവും നമുക്ക് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അതിനർത്ഥം അവരത് അടിപൊളിയായിട്ട് അഭിനയിച്ച് ബലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, എവിടെ തൊട്ടതിനെല്ലാം സ്പോയിലായിരിക്കും. പിന്നെ നിങ്ങൾ കാണുമ്പോൾ ഇതെന്താ ഇത്രയേ ഉള്ളൂ എന്നുള്ളതൊക്കെ വിചാരിച്ചാൽ പോയി. പക്ഷേ ഈ ഒരു കണ്ടന്റിൻ്റെ അകത്ത് പറയാതെ പറഞ്ഞു വയ്ക്കുന്ന, റിലേഷൻഷിപ്സിൽ പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ലാസ്റ്റ് വിനയ് ഫോർട്ടിൻ്റെ അടുത്ത് നമ്മുടെ നായിക പറയുന്ന കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ആ സീനിനെ കുറിച്ച്. വൺ ഓഫ് ദ ബെസ്റ്റ് സീൻ ഇൻ മോളിവുഡ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള സീനായിരുന്നു. ഇതിനപ്പുറത്തേക്ക് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്ന ക്യാമറ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിൽ വെച്ച് ഗിമ്മിക്സ് ഒക്കെ കാട്ടി ഗംഭീരമായിട്ടുള്ള ഒരു പ്യുവർ എന്റർടൈനർ എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ഗംഭീരമായിട്ടുള്ള, നിങ്ങൾ 12th മാനൊക്കെ മോഹൻലാലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ആ ഒരു പാറ്റേൺ ആണ്. അതായത് ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നു, ഒരു കൂട്ടം ആൾക്കാർക്കിടയിൽ, അതായത് ഒരു ഗ്യാങ്ങിന്റെ ഇടയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നു, അത് ഒരു വട്ടമേശ സമ്മേളനം പോലെ ഇരുന്നിട്ട് അവരത് ചർച്ച ചെയ്യുന്നു.
അത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം. അതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഇതിന്റെ എൻഡിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ഒരു ഭാഗത്തിലേക്കൊന്നും ഞാൻ അങ്ങനെ കടക്കുന്നില്ല. കണ്ടിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ച്, ഞാൻ എന്ന പ്രേക്ഷകനെ സംബന്ധിച്ച് ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ കണ്ട അനുഭവം എനിക്കുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പ്യുവർ എന്റർടൈനർ അല്ല, ഒരു കിടിലൻ സിനിമയാണ്. നിങ്ങളൊരു സിനിമാ പ്രേമിയാണ്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരു കഥ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കുക, വിലയിരുത്തുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.